ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും എന്തെടുക്കുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു തന്നെ വിശ്വസിക്കുന്നു. നമ്മളിന്ന് നേരത്തെ എണീറ്റ് കേട്ടോ. രാവിലെ ഒരു 5:30 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ എണീറ്റ് രാവിലെ നമ്മൾ രാവിലെ തന്നെ പരിപ്പ് വേവിക്കാൻ വെച്ച് കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇങ്ങനെ ഗോഷ്ഠിയെ കാണിക്കും ഗൈസ്. പൊതുവെയുള്ള എൻ്റെ ഒരു സ്വഭാവമാണ് കേട്ടോ. എന്തെങ്കിലും ഗോഷ്ഠിയോ പാട്ടോ എന്തെങ്കിലുമൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ മലക്കറിയൊക്കെ രാവിലെ തന്നെയാണ് അരിയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അരിഞ്ഞ് അതും കൂടി ആഡ് ചെയ്ത് സാമ്പാർ വയ്ക്കുക. ഇഡ്ഡലി സാമ്പാർ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ പിന്നെ ഇന്ന് ഇഡ്ഡലിയെല്ലാം ഉണ്ടാക്കണം, ദോശയാണ്. അതുകൊണ്ട് മിക്കവാറും ഒരു 3 തവണയെങ്കിലും സാമ്പാർ വയ്ക്കും. ഒരാഴ്ചയിൽ 3 തവണയെങ്കിലും വയ്ക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ കാണുമ്പോൾ മിക്കവാറും സാമ്പാർ ഞാൻ മിക്കവാറും ഷൂട്ട് ചെയ്യുന്ന സമയത്തായിരിക്കും ഈ സാമ്പാർ വയ്ക്കുന്നതാണൊരു പ്രശ്നം. പിന്നെ നമ്മൾ മലക്കറി രണ്ടാമതാണ് ആഡ് ചെയ്യണത്. പിന്നെ കുറച്ച് പച്ചമുളക് ഉണ്ടായിരുന്നു, അതും കൂടി അരിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സാമ്പാറിന് അടച്ച് വെക്കുകയാണ്. ഈ സമയത്ത് കായവും കൂടി ചേർക്കും കേട്ടോ. എന്നിട്ട് നമ്മൾ കടുവറുക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ വെണ്ടയ്ക്ക ഒക്കെ ഒന്ന് അരിഞ്ഞ് അതും കൂടി ഒന്ന് വേവിക്കാൻ വേണ്ടി വിടുകയാണ്. ആദ്യം വെണ്ടയ്ക്കാണ് ഇടുന്നത്, ശേഷം നമ്മൾ നല്ല തക്കാളി ഇടും. എനിക്ക് ഈ കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് സാമ്പാർ വയ്ക്കുമ്പം എല്ലാ കളേഴ്സും കാണുമല്ലോ, ക്യാരറ്റിൻ്റെ കളർ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിന് മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കളേഴ്സ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ മനസ്സിന്. അങ്ങനെ ഇപ്പം ഭയങ്കര ചൂടല്ലേ, നമുക്ക് അടുക്കളയിലൊന്നും നിൽക്കാൻ വയ്യ, പ്രാന്തെടുക്കും. ഇത് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഭയങ്കര ദേഷ്യമൊക്കെ വരും. ഈ ചൂട് സമയത്ത് ഗ്യാസും പിന്നെ ഭയങ്കര ചൂട്, ചുമ്മാ നിൽക്കുമ്പോൾ തന്നെ ഞാൻ പൊതുവേ വേർക്കുന്നത് ഭയങ്കര കുറവാണ് കേട്ടോ. പക്ഷേ ഈ സമയത്ത് വെറുതെ നിന്നാൽ കൂടി ഭയങ്കരമായിട്ട് വേർക്കും. അപ്പോൾ ആകെ ഒരു ബുദ്ധിമുട്ടും ഒരു ക്ഷീണമൊക്കെയാണ്. എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. പിന്നെ ഇതിങ്ങനെ പറയുമ്പോൾ ഒരു സമാധാനം. പിന്നെ നമ്മൾ തക്കാളി ആഡ് ചെയ്ത് എന്ത് ഭംഗി നോക്കി, കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പിന്നെ അതും കൂടി ആഡ് ചെയ്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ച് വയ്ക്കുകയാണ്. അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ അടുത്ത് ചെയ്യാൻ പോണത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇല്ല ഗൈസ്. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ പുളി പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നമ്മൾ ആഡ് ചെയ്ത് നമ്മൾ അടച്ച് വയ്ക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് ഇഡ്ഡലി സാമ്പാർ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മുടെ മക്കളെ കഴിക്കുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം. അതുകൊണ്ട് ഉണ്ടാക്കാനും എനിക്കും ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഇഡ്ഡലി സാമ്പാറും. പക്ഷേ ഇന്ന് ദോശയായിപ്പോയി ഗൈസ്. പിന്നെ നമ്മൾ കടുവറുക്കാൻ വേണ്ടിയിട്ട് ഉലുവയിട്ട് കടുവിട്ട് ചെറിയ ഉള്ളി ആഡ് ചെയ്ത് പിന്നെന്താണ് നമ്മുടെ മുളക് ആഡ് ചെയ്ത് കറിവേപ്പില ആഡ് ചെയ്ത് അങ്ങനെ ഒന്ന് കടുവറുത്ത് അതും കൂടി ഒഴിക്കുകയാണ്. നമ്മുടെ സാമ്പാർ റെഡിയായി. നല്ല ചൂട് സാമ്പാർ, നല്ല പുളിയൊക്കെ ഉള്ള സാമ്പാർ. ദോശ അടുത്ത് തന്നെ ആവുന്നുണ്ട്. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമാണ്. നമ്മൾ പിന്നെ പല്ല് തേക്കാൻ വേണ്ടി ഞാൻ പോയേ. അപ്പോൾ മോനൂട്ടിന് അപ്പം തന്നെ പല്ല് തേക്കണം. പിന്നെ ഞാൻ ബ്രഷൊക്കെ എടുത്ത് കൊടുത്ത്, പിന്നെ ഒരു സമാധാനം തരില്ല. അവന് പല്ല് എങ്ങനെയൊക്കെയോ തേച്ച് ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്ത കേട്ടോ. എന്നിട്ട് ഞാൻ ഒന്നും കൂടി തേച്ച് കൊടുക്കും ഇനി. അങ്ങനെ നമ്മൾ പിന്നെ പല്ലൊക്കെ തേച്ച് പിന്നെ ഫുഡ് കഴിക്കുകയാണ്. ദോശയാണ്, നല്ല ദോശ, സാമ്പാർ, പിന്നെ ഒരു കോഫിയും കൂടി ഞാൻ എടുത്തായിരുന്നേ. പിന്നെ ഇപ്പോൾ തന്നെ മോനൂനും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ജോലി കഴിയുമല്ലോ, എനിക്കും കഴിക്കാൻ പറ്റും. അങ്ങനെ സാമ്പാറൊക്കെ എടുത്ത് കഴിക്കാൻ ഭയങ്കര പാട് കേട്ടോ. അവൻ കഴിച്ചൊന്നുമില്ല. ഞാൻ പിന്നെ കഴിച്ചിട്ട് കൊണ്ട് നടന്നാണ് കൊടുത്തത് കേട്ടോ. പിന്നെ നമ്മൾ ഇതിപ്പോൾ ഉച്ചയായി കേട്ടോ. ഇടയ്ക്കുള്ള വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല. ദോശയൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ നല്ല പപ്പട ചമ്മന്തി കേട്ടോ. ഈ ചമ്മന്തി അരച്ചതിന് ശേഷം ഗൈസ് എന്നും ഇടയ്ക്കിടയ്ക്ക് ഞാൻ അരയ്ക്കേണ്ടി വരും. അതാണൊരു പ്രശ്നം, ഇടയ്ക്കിടയ്ക്ക് അരയ്ക്കണമെന്ന് പറയും ഈ ചമ്മന്തി. അങ്ങനെ പിന്നെ ഒരു സാലഡ് റെഡിയാക്കി കുളിച്ചിട്ട് വന്നിട്ട് മോനും അപ്പം താഴെ വന്ന് കേട്ടോ വെള്ളരിക്ക വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവന് കൊടുത്ത്. വെള്ളരിക്ക ചിലപ്പം കഴിക്കും, ചിലപ്പം കളയും. പിന്നെ നമ്മളിന്ന് സിമ്പിളൊരു ലഞ്ചാണ്. മീനൊന്നും ഇല്ലായിരുന്നു കേട്ടോ, മീനോ ഒന്നും ഇല്ലായിരുന്നു, ചിക്കനോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു സിമ്പിൾ ലഞ്ചാക്കി. നമ്മൾ
എടുത്തതെന്ന് വെച്ചാൽ തൈരെടുത്ത് പപ്പട ചമ്മന്തി, ഞാൻ പറഞ്ഞില്ലേ പപ്പട ചമ്മന്തിയും തൈരും ഒക്കെ മാത്രം മതി കേട്ടോ നമുക്ക് ഫുഡ് കഴിക്കാൻ. എനിക്ക് പൊതുവേ തൈര്, അതായത് ഭയങ്കര പുളി ഉള്ളതല്ല, പുളി കുറഞ്ഞ തൈരും ചമ്മന്തിയും കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ മുളകും കൂടി ഉണ്ടായാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു ഫുഡ് കഴിക്കുമ്പോൾ വയറിനകത്ത് മഴ പെയ്തൊരു സുഖമാണ്. സീരിയസ്ലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് ഒന്ന് പറയണേ, എനിക്കറിയാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴും ഇങ്ങനൊരു ഫുഡ് കൊണ്ടുപോകുമ്പോൾ ഭയങ്കര ഒരു ടേസ്റ്റായിട്ട് തോന്നും. തൈരിന് അധികം പുളിയില്ല. അപ്പം മോനുവിനും അത് കൊടുത്തു. അപ്പോൾ അവൻ വെറുതെ ഇരിക്കുകയാണ്. ഇനി അവന് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് കൊടുക്കും കേട്ടോ. അങ്ങനെ നല്ല ചമ്മന്തി, പപ്പട ചമ്മന്തി, തൈര്, പുളിയില്ലാത്ത തൈര് കേട്ടോ, കുറച്ച് പുളിയുണ്ട്. പിന്നെ നല്ല മുളക് വറുത്തത്, ഇത് വീട്ടിൽ വറുത്താണ്, ഹസ്ബൻഡിൻ്റെ അമ്മ വറുത്ത് തന്നതാണ്. അപ്പോൾ അതെല്ലാം വെച്ച് ഇത് എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കൊതി വരണം. അത്രയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല കുഴച്ച് ഒരു ഉരുള വയ്ക്കണം വായിൽ, ഗൈസ്, സ്വർഗം. അടിപൊളിയാണ് കേട്ടോ. എനിക്ക് എത്ര പേർക്ക് ഇത് ഇത്രയും ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയാണ്. അങ്ങനെ എൻ്റെ ഫുഡെല്ലാം കഴിഞ്ഞ് മഴ പെയ്തൊരു സുഖം. അങ്ങനെ മുളകെല്ലാം കഴിച്ച് മുളകിന് ഒട്ടും എരിയില്ലായിരുന്നേ. പിന്നെ വീണ്ടും എൻ്റെ പണി തുടങ്ങിയാണ് ഗൈസ്. എനിക്ക് ഭയങ്കര അലർജി പ്രശ്നമൊക്കെ വന്നിട്ട് ഇടയ്ക്ക്, അതുകൊണ്ടാണ് ഞാൻ മാസ്ക് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇല്ലെങ്കിൽ മൂക്കെല്ലാം അടഞ്ഞ് പിന്നെ മൈഗ്രെയിൻ്റെ പ്രശ്നമുണ്ട്, തലവേദനയൊക്കെ വരും. അലർജി പ്രോബ്ലം നന്നായിട്ടുണ്ട് കേട്ടോ, ഇടയ്ക്ക് വന്നതാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു മാസ്ക് വെച്ചിട്ട് ചെയ്യാമെന്ന്. ഇതിപ്പോൾ ഉച്ചയായി, ഞാൻ ബെഡ്ഷീറ്റൊക്കെ രാവിലെ മടക്കിയാണ്. പിന്നെ മക്കൾ വന്ന് ചാടി കളിക്കും കേട്ടോ, മറിഞ്ഞ് കളിക്കും. എല്ലാ വീട്ടിലും ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ വീണ്ടും ഒന്നും കൂടി മടക്കേണ്ടി വരും. അങ്ങനെ ഞാൻ ഒന്നും കൂടി മടക്കിയിടുകയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ പണികൾ വീണ്ടും തുടങ്ങുകയാണ്. ഇന്ന് നമ്മൾ പിന്നെ ഈ ജനലിലൊക്കെ നന്നായിട്ട് പൊടി അടിച്ചിട്ടുണ്ട്. അപ്പം നന്ദുവിനും ഇവിടെ അലർജി ഉണ്ട്, ആൾക്ക് ഭയങ്കര തുമ്മലാണ്. അത് മോനാണ് ഏറ്റവും പ്രശ്നം കേട്ടോ, ഭയങ്കര തുമ്മൽ. അതായത് രാത്രിയാണ് തുമ്മണത്, ഒരു മണിക്കൊക്കെ ശേഷം, 2 മണിക്ക്. ഇപ്പോൾ ആൾക്ക് ഉറങ്ങാനും പറ്റില്ല, ഭയങ്കര തുമ്മലും ഒക്കെയാണ്. നമ്മൾ ആയുർവേദ മരുന്നെല്ലാം കൊടുത്തു കേട്ടോ, എന്നിട്ടും വലിയ കുറവൊന്നുമില്ല. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എനിക്ക് ഇടയ്ക്ക് ആലോചിക്കുമ്പോൾ സങ്കടം വരും കേട്ടോ. ഭയങ്കര തുമ്മലാണ്. പിന്നെ നമ്മൾ എണീക്കും, പിന്നെ മിക്കവാറും ദിവസങ്ങളിൽ അത് വരും കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കൊരു വിഷമം. കാരണം നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയമല്ലേ ആ സമയം. അപ്പോൾ നമുക്ക് നല്ലൊരു ഉറക്കം കിട്ടുന്നില്ല, കുഞ്ഞിന് കിട്ടുന്നില്ല, നമുക്കും കിട്ടുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു സങ്കടം എനിക്ക് നന്നായിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല കേട്ടോ. ഇടയ്ക്ക് ഹോമിയോ കൊടുത്തു, പിന്നെ ആയുർവേദം കൊടുത്തു, പിന്നെ ഇടയ്ക്ക് നമ്മുടെ ഇംഗ്ലീഷ് മരുന്ന് അത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. നമ്മൾ കുഞ്ഞിന് വയ്യാതാകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും കൊണ്ടുപോകുമല്ലോ, അങ്ങനെ ഇംഗ്ലീഷ് മരുന്നും കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റേ മോണ്ടക്കൽസിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. ഇനി നോക്കാം. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഏജ് ആവുമ്പോൾ ആൾക്ക് കുറച്ചും കൂടി ഇതാവുമെന്ന് തോന്നുന്നു, ശരിയാവുമെന്ന് തോന്നുന്നു. ഇപ്പം 12 വയസ്സ് കഴിഞ്ഞാലൊക്കെ അല്ലേ നമ്മുടെ ഈ അലർജി ടെസ്റ്റൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല, എന്നാലേ അതിലറിയാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു പൊടി അലർജി തന്നെയാണ് ആൾക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ച്, ഇവിടെയൊക്കെ നല്ല പൊടി ഉണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഇതിപ്പം നമ്മുടെ റോഡ് സൈഡിലല്ല, എന്നാൽ പോലും നല്ല പൊടിയാകും. അങ്ങനെ അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് ഞാൻ തുടയ്ക്കുകയാണ്, നന്നായിട്ട് ക്ലീൻ ചെയ്ത് കുറച്ച് വെള്ളം തൊട്ടിട്ട് നന്നായിട്ട് പിഴിഞ്ഞിട്ട് തുടച്ചെടുക്കുകയാണ്. അങ്ങനെ തുടപ്പിൻ്റെ പരിപാടിയാണ്. ഇവിടെയൊക്കെ നല്ല പൊടിയായിട്ട്, ഇത്രയും പൊടിയായെന്ന് നമ്മൾ ഇടയ്ക്ക് ഈ കർട്ടൻ ഉള്ളതുകൊണ്ട് നമ്മൾ അറിയില്ല. ഇടയ്ക്ക് ഞാൻ പൊക്കി നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ തുടയ്ക്കുകയാണ്. നല്ല പൊടിയായിരുന്നേ. അപ്പോൾ പൊടിയൊക്കെ ഒന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട്, പൊടിയൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കണം, ബെഡ്ഷീറ്റ് ഇടയ്ക്കിടയ്ക്ക് മാറ്റണം, പിന്നെ നമ്മൾ കിടക്കുന്ന റൂം അവിടെയൊക്കെ. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലായിടും അങ്ങ് തുടയ്ക്കാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ച പോട്ടാണ്. ഇത് 2 പോട്ട് വാങ്ങിച്ചു. ഇതും ഒരു ഡാർക്ക് ബ്ലൂ, എന്ത് ഭംഗിയായിരുന്നറിയാമോ. മോനൂട്ടം പൊട്ടിച്ചേട്ടാ. അപ്പോൾ ആൾ അറിഞ്ഞുകൊണ്ടല്ല, ഞാൻ വേറെ സ്ഥലത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിലൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് വലിച്ചെടുത്തപ്പോൾ അത് പൊട്ടിപ്പോയി കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. എനിക്ക് ചെടികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പ്ലാന്റ് താഴെ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ താഴെ വെച്ചാൽ ആളെടുക്കുമ്പോൾ വീഴും. അങ്ങനെ അതൊരെണ്ണം പൊട്ടി. ഞാൻ വേണമെങ്കിൽ ഇതിൻ്റെ ലിങ്ക് താഴെ ഇട്ടേക്കാവേ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കൂ. പിന്നെ അങ്ങനെ അവിടെയും കൂടി ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ, നല്ല പൊടിയാണ് എല്ലായിടത്തും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തുടയ്ക്കുന്നതാണ് ഇവിടെയൊക്കെ, എന്നാൽ കൂടി നല്ല പൊടിയുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ബുദ്ധൻ, അതിലാണെങ്കിൽ മോനും ഒരു പേനയിട്ട് വരച്ച് വെച്ചിരിക്കുന്ന ഗൈസ് ഞാൻ ഇപ്പോഴാണ് കണ്ടത് കേട്ടോ. ആളുടെ കുരുത്തക്കേട് കൂടി വരുന്നുണ്ട്, ഏജ് കുറച്ച് ഇതായിട്ട് വരും തോറും.
അങ്ങനെ എനിക്ക് ചിരിയും വരും സങ്കടവും വരും കേട്ടോ കാണുമ്പോൾ. നമ്മൾ അത്രയ്ക്ക് നന്നായിട്ട് നോക്കുമ്പോഴേ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെയുള്ള ബുദ്ധൻ്റെ സ്റ്റാച്യൂസ്, പിന്നെ പോട്ട്, ഇങ്ങനെ ചെടികളുടെ പോട്ട്, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചെടികൾ വെക്കുന്നത് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ആളുടെ കലാവിരുത് ഇടയ്ക്കിടെ കാണാറുണ്ട്. അങ്ങനെ പിന്നെ നമ്മളെല്ലാം ഒന്ന് തുടച്ച് വയ്ക്കുകയാണ്. ഇനി ഞാൻ കുളിച്ചതാണ് കേട്ടോ. ഇനിയിപ്പം വീണ്ടും ഒന്ന് മേല് കഴുകേണ്ടി വരും, കാരണം അത്രയ്ക്ക് ചൂടാണ്. നമ്മളിപ്പം ഇതൊക്കെ ചെയ്യുമ്പോഴേ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ടല്ലേ നമ്മൾ ചെയ്യണത്. അപ്പോൾ ഭയങ്കര ചൂടാണ് ഗൈസ്. നിങ്ങളവിടെയും ഇങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലായിടത്തും അങ്ങനെ ആയിരിക്കുമല്ലേ, ഭയങ്കര ചൂട് സമയമല്ലേ ഇപ്പോൾ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്, എന്നാലും ചൂടുണ്ടല്ലേ, എന്താണെന്ന് അറിയില്ല. അങ്ങനെ പിന്നെ ഞാൻ മേലെല്ലാം കഴുകിയിട്ട് വന്നേ. എന്നിട്ട് പിന്നെ നമ്മുടെ ഈ ചിപ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് സ്നാക്സൊക്കെ ഇരുന്ന് തീർന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ചിപ്സ് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കുകയാണേ. ചിപ്സ് നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ടിട്ട്, പിന്നെ നമ്മൾ ഇത് നന്നായിട്ട് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞ് അതും കൂടി ആഡ് ചെയ്യണേ. അപ്പോൾ പിന്നെ അതുണ്ടാക്കണം. ഇതുണ്ടാക്കിയിട്ട് കൂടുതൽ ഞാൻ തന്നെയാണ് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഈ മക്കൾ നന്ദുവും മോനും പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ വേണ്ട അമ്മ മതി എന്ന് പറഞ്ഞു കേട്ടോ. ഞാൻ തന്നെയാണ് കൂടുതൽ കഴിച്ചത്. നല്ല മഴയുണ്ടായിരുന്നു, ചായയൊക്കെ ഇട്ട് എനിക്ക് നല്ല വിശപ്പായി കേട്ടോ. നമ്മൾ ഈ ജോലി ചെയ്യുന്നത് കൊണ്ടായിരിക്കാം കേട്ടോ പെട്ടെന്ന്. പിന്നെ എനിക്ക് നല്ല വിശപ്പായി, ഞാൻ തന്നെ പറക്കി കഴിച്ചു. ഇടയ്ക്ക് പിന്നെ ഞാൻ എല്ലാം ഇടം തൂത്തിറക്കിയായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ മോനുവിനെ കിടത്തി ഉറക്കിയതിന് ശേഷം ഫുള്ളും തൂത്തിറക്കി തുടയ്ക്കണമെന്ന് വിചാരിച്ച് പറ്റിയില്ല കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത നെക്സ്റ്റ് ഡേയിലോട്ട് ഞാൻ മാറ്റി, അല്ലെങ്കിൽ എല്ലാം കൂടി ആകുമ്പം തൂത്ത് എല്ലാം കൂടി ആകുമ്പോഴേ പറ്റില്ല കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങ് ടയേർഡാവും. അതുപോലെ പിന്നെ നമുക്ക് വീണ്ടും സ്നാക്സൊക്കെ ഉണ്ടാക്കണം. അപ്പം മോൻ എണീറ്റ് വന്നു. പിന്നെ നമ്മൾ ചായ എല്ലാം കുടിച്ച് ചിപ്സൊക്കെ നമുക്ക് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ശേഷം ഞാനൊരു വീഡിയോ എടുത്തു കേട്ടോ. നമ്മുടെ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യണം. ഞാൻ കുറച്ച് നാളായി കേട്ടോ. എനിക്ക് നമ്മൾ ആദ്യമൊക്കെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇതെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഈ വീഡിയോയും കൂടി എടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഫേസ് പാക്കാണ്. നമ്മുടെ ടാനൊക്കെ പെട്ടെന്ന് മാറും. ഇതിൽ എടുത്തിരിക്കുന്നത് കോഫിയാണ്, പിന്നെ നമ്മുടെ എന്താണ് ഞാൻ കോഫി, തൈര്, പിന്നെ എന്തോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഞാൻ നമ്മുടെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. തേനോ നാരങ്ങ ഇതാണെന്ന് തോന്നുന്നു കേട്ടോ. എന്താണ് ടൊമാറ്റോയുടെ ജ്യൂസ് എന്തോ ആണ് കേട്ടോ. ഞാൻ എന്തായാലും വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കാണാത്തവർ കണ്ടോക്കും, ഞാൻ താഴെ പിൻ ചെയ്തേക്കാവേ. അപ്പോൾ അങ്ങനെ അതും കൂടി എടുത്തു വീഡിയോ കാണിക്കാൻ എന്തായാലും നമ്മളിത് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അപ്പോൾ വീഡിയോ കാണിക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ പാക്കും കൂടി ഇടുകയാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഞാൻ ഇടാൻ മറന്നു പോകും, ഇടണ്ടാന്ന് തന്നെ അങ്ങ് വിചാരിക്കും കേട്ടോ. നല്ല ഫേസ് പാക്കാണ് കേട്ടോ. നമ്മുടെ ടാനൊക്കെ പെട്ടെന്ന് പോകും, നല്ലൊരു വ്യത്യാസം പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ വീഡിയോ എടുത്ത് അപ്പോൾ അങ്ങനെയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് ടാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു ഫേസ് പാക്കാണ്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. അങ്ങനെ ഞാൻ ഫേസിലെല്ലാം അപ്ലൈ ചെയ്ത്
പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ. പിന്നീട് നമ്മൾ വോയിസ് ഓവറൊക്കെ കൊടുത്ത് അങ്ങനെ ഈ ദിവസം കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഡേ ആയിരുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും എന്തായാലും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.